ഇടുക്കിയിലെ അടിമാലിയിൽ ഭീതി പരത്തിയ ഒരു മുഖംമൂടി. നാട്ടുകാരുടെ പരാതിയിൽ അടിമാലി പോലീസ് അന്വേഷണം തുടങ്ങി. മുഖംമൂടിധാരിയുടെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ഇതേ പോകുന്നു മുഖംമൂടി. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. പറയൂ രാഹുൽ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി മുഖംമൂടി ധരിച്ച കണ്ണാടിയൊക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ട് രാത്രി കാലങ്ങളിൽ ഒരാൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അത് ഭയങ്കര ഭീതി പരത്തുന്ന രീതിയിലാണ്. മോഷണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരു സാധനവും മോഷണം പോയിട്ടില്ല എന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ മോഷണം നടത്തുന്നതിന് വേണ്ടി ആ പരിസര പ്രദേശങ്ങളിലൊക്കെ വന്ന് കണ്ട് നിന്ന് പോയതിനു ശേഷം പിന്നീട് വരാനാണോ, അല്ലെങ്കിൽ ആളില്ലാത്ത വീടുകൾ തപ്പി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണോ ഈ ആളിങ്ങനെ രാത്രി കാലങ്ങളിൽ നടക്കുന്നത് എന്നുള്ള സംശയം നാട്ടുകാർക്കുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു വീടിന്റെ മതിൽ കടന്ന് അകത്ത് കയറുന്നതും അതുപോലെ തന്നെ മതിലിന്റെ പുറത്തൂടെ നടന്നു പോകുന്നതും വേഗത്തിൽ നടന്നു പോകുന്നതും അടക്കമുള്ള ദൃശ്യങ്ങളാണ് വന്നിട്ടുള്ളത്. പോലീസിനോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. പോലീസ് നാട്ടുകാരുടെ പരാതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം, നേരത്തെ കാംഗോ ജംഗ്ഷനിലും സമാനമായ രീതിയിൽ മുഖംമൂടി ധരിച്ച് കണ്ണാടി വെച്ചിരുന്ന ഒരാൾ ആ പരിസര പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിൽ ചുറ്റിക്കറങ്ങിയിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അയാളെ പിടികൂടുകയും ചെയ്തു. അപ്പോൾ പോലീസിന് മനസ്സിലായത് അത് മോഷ്ടാവായിരുന്നില്ല, ഈ ഞരമ്പിനൊക്കെ അസുഖമുള്ള ഒരാളെന്ന് പറയുന്ന പോലത്തെ ഒരാളായിരുന്നു. അദ്ദേഹം ഈ രാത്രി കാലങ്ങളിൽ ഈ വീടുകളിൽ ചെല്ലുകയും ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. സമാനമായ രീതിയിലുള്ള ഒരാളായിരിക്കാം ഇന്നും ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നതിലുള്ളത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം.